ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു തിരുവെഴുത്ത് വായിക്കുന്നു. സങ്കീർത്തനം 23:2-3 തിരുവെഴുത്തുകൾ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. പ്രിയരെ, ജീവിതത്തിൽ ചില സമയങ്ങളിൽ ശരീരം ക്ഷീണിക്കുന്നതിനേക്കാൾ അധികം പ്രാണൻ ക്ഷീണിക്കുന്നു. പുറമേ എല്ലാം ശരിയാണെന്ന് തോന്നിയാലും ഉള്ളിലൊരു ഭാരമുണ്ടാകും. ആരോടും പറയാൻ കഴിയാത്ത ഒരു വേദന. നാളെക്കുറിച്ചുള്ള ഒരു ഭയമാകാം, കഴിഞ്ഞ കാലങ്ങളിലെ ചില മുറിവുകളാകാം, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളായിരിക്കാം. ഇവയെല്ലാം ചേർന്ന് നമ്മുടെ ആത്മാവിനെ തളർത്താം. അത്തരമൊരു സമയത്താണ് ദാവീദ് പറയുന്നത്, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, ദാവീദ് പറയുന്നത് ഞാൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്നല്ല, അവൻ എന്നാണ്. നമ്മുടെ ഉള്ളിലെ ഏറ്റവും ആഴത്തിലുള്ള ക്ഷീണത്തിന് മനുഷ്യർക്ക് എല്ലായ്പ്പോഴും പരിഹാരം നൽകുവാൻ കഴിയുകയില്ല. ചില മുറിവുകൾക്ക് സമയം മാത്രം മതിയാകുകയില്ല. ചില ചോദ്യങ്ങൾക്ക് മനുഷ്യരുടെ ഉത്തരങ്ങളും മതിയാകുകയില്ല. പക്ഷേ നല്ല ഇടയനായ യേശുവിന് നമ്മുടെ പ്രാണനെ തൊടാൻ കഴിയും. ഒന്നാമതായി, സ്വസ്ഥത എന്നത് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല. യേശു പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ 16:33 നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിനെ അനുഗമിക്കുന്നവന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്ന് ബൈബിൾ പറയുന്നില്ല. പക്ഷേ പ്രശ്നങ്ങളിടയിലും ഒരു സ്വസ്ഥതയുണ്ടാകും. കടലിൽ കൊടുങ്കാറ്റുണ്ടായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു, എന്നാൽ യേശു പടകിലുണ്ടായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥ സ്വസ്ഥത എന്നത് കൊടുങ്കാറ്റില്ലാത്ത ജീവിതമല്ല, കൊടുങ്കാറ്റിൻ്റെ നടുവിലും യേശു കൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണ്. അതുപോലെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സങ്കീർത്തനം 23:2 നമ്മളത് വായിക്കുന്നു, ഇടയൻ ആടുകളെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു. അത് മനോഹരമായ ഒരു ചിത്രമാണ്. ദൈവം നമ്മെ എപ്പോഴും തിരക്കിലേക്കല്ല നയിക്കുന്നത്. ചിലപ്പോൾ അവൻ നമ്മെ നിർത്തുന്നു. നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ പോകാം. അതുകൊണ്ട് സങ്കീർത്തനം 46:10 പറയുന്ന പോലെ, നിർത്തുവീൻ, ഞാൻ ദൈവമാകുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആത്മീയ ആവശ്യം കൂടുതൽ പ്രവർത്തനമല്ല, ദൈവസന്നിധിയിൽ ശാന്തമായി ഇരിക്കുക എന്നതാണ്. അടുത്തതായിട്ട്, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഇവിടെയാണ് ഈ വചനത്തിൻ്റെ ആഴം. ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ മാത്രം മാറ്റുന്നവനല്ല, നമ്മുടെ ഉള്ളിൽ മനുഷ്യനെ പുതുക്കുന്നവനാണ്. നമുക്ക് ചിലപ്പോൾ പറയാം, കർത്താവേ, എൻ്റെ പ്രശ്നം മാറ്റണമേ. എന്നാൽ ദൈവം ചിലപ്പോൾ പറയുന്നത്, ആദ്യം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. പൗലോസ് തൻ്റെ ബലഹീനത നീക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, 2 കൊരിന്ത്യർ 12:9 അത് വായിക്കുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മറുപടി എല്ലായ്പ്പോഴും പ്രശ്നം മാറ്റുക എന്നതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അവൻ്റെ മറുപടി പ്രശ്നത്തിൻ്റെ ഇടയിലും നിന്നെ ഞാൻ താങ്ങും എന്നതാണ്. അടുത്തതായിട്ട്, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ഉള്ള ഒരു സമാധാനം. യേശുവിൻ്റെ ക്ഷണം. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഭാരം ചുമക്കുന്നവരുമായുള്ള ധാരാളം പേരുണ്ട്. അവരെ ആശ്വസിപ്പിക്കുവാൻ കർത്താവിൻ്റെ സഹായം, തത്സമയ സഹായം എന്ന് പറയുന്നത് പോലെ നമുക്കവിടെ ആ വചനം മത്തായിയുടെ 11:28 ആ വചനം കാണുകയാണ്. യേശു നിങ്ങളുടെ ഭാരം നിങ്ങൾ തന്നെ സഹിക്കൂ എന്ന് പറഞ്ഞില്ല, എൻ്റെ അടുക്കൽ വരുവീൻ എന്നാണ് പറഞ്ഞത്. നമ്മുടെ കണ്ണുനീർ അവനോട് മറക്കേണ്ടതില്ല, നമ്മുടെ പരാജയങ്ങൾ മറക്കേണ്ടതില്ല, നമ്മുടെ ഭയങ്ങൾ മറക്കേണ്ടതില്ല. നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും ഇരുണ്ട ഭാഗം പോലും അവൻ്റെ മുമ്പിൽ തുറക്കാം. കാരണം അവൻ നമ്മെ കുറ്റപ്പെടുത്തുവാൻ മാത്രം വരുന്നവനല്ല, താങ്ങുവാൻ വരുന്ന ഇടയനാണ്. പ്രിയരെ, അതുകൊണ്ട് ഇവിടെ നമ്മൾ വചനത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത്? മനസ്സിലാക്കാത്ത സമയത്തും നമുക്ക് അസ്വസ്ഥത കിട്ടുകയാണ്. ഫിലിപ്പിയർ
4:6-7 വരെയുള്ള വചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടെ അറിയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ഒരു ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും കാക്കും. ഇവിടെ വലിയൊരു രഹസ്യമുണ്ട്. സാഹചര്യം മാറുന്നതിന് മുമ്പ് സമാധാനം വരാം, ഉത്തരം കിട്ടുന്നതിന് മുമ്പ് സമാധാനം വരാം, വാതിൽ തുറക്കുന്നതിന് മുമ്പ് സമാധാനം വരാം. കാരണം സമാധാനം സാഹചര്യത്തിൽ നിന്നല്ല, അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും ആഴത്തിലുള്ള സത്യം സങ്കീർത്തനം 23 ദാവീദ് പറയുന്നത്, മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി കടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നോക്കിയാട്ടെ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കൂരിരുട്ടിലോ അന്ധകാരത്തിലോ മരണത്താഴ്വരയിലോ ഏത് സാഹചര്യത്തിലായാലും ഭയപ്പെടുകയില്ല എന്നുള്ള ഒരു പ്രധാനമായ സത്യമാണ്. അതുകൊണ്ട് ഇന്ന് ദൈവവചനം ഈ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയുകയാണ്, ദൈവം നമുക്ക് സകല പ്രതിസന്ധിയിലും വലിയ സമാധാനം നൽകുന്നവനാണ്, സ്വസ്ഥത നൽകുന്നവനാണ്. ദൈവം നമ്മളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളിലും ദൈവം നമ്മെ നടത്തുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് വചനത്തിൽ നമുക്ക് ഈ ഉറപ്പായിട്ടും ഈ വചനത്തിൻ്റെ ഓരോ വാക്കുകളും നമുക്ക് വിശ്വസിച്ച് അപ്രകാരം ഏറ്റെടുക്കും. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവെ, തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൈകളിൽ ഏൽപ്പിച്ച് ഓരോരുത്തരെയും ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും സമാധാനം കൃപയുണ്ടാവട്ടെ. ഒരു ദോഷവും തട്ടാണോ എല്ലാവരെയും സഹായിക്കണം. നിന്റെ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഒരു ഐശ്വര്യവും സമ്പത്തുമായി മാറട്ടെ. ആരോഗ്യത്തോടും ബലത്തോടും സൂക്ഷിക്കും. എല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.